ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങൾ അലോഷ്യസ് ഏണസ്റ്റ് എന്ന ഈ പ്രവാസിക്ക് ഒടുവിൽ നൽകിയത് ദുരിത ജീവിതമാണ്. ശരീരത്തെ അലട്ടുന്ന പലവിധ രോഗങ്ങൾ കാരണം ഇദ്ദേഹത്തിനിപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി ഈ ഇടുങ്ങിയ മുറിയിലാണ് താമസം. കൂട്ടിന് കുറെ ഗുളികകളും മരുന്നുകളും മാത്രം. കൊല്ലം ജില്ലയിലെ കടവൂർ സ്വദേശിയായ ഇദ്ദേഹം 32 വർഷം മുമ്പാണ് ബഹ്റൈനിലെത്തുന്നത്. എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോകണമെന്ന ഒറ്റ ആഗ്രഹമേയുള്ളൂ ഇദ്ദേഹത്തിന്. പക്ഷേ കടബാധ്യത കാരണം യാത്രാ നിരോധം നേരിട്ട് ഇവിടെ തന്നെ കഴിയാനാണ് വിധി. എങ്ങനെയെങ്കിലും എനിക്ക് അസുഖങ്ങൾ മാറ്റണമെങ്കിൽ തന്നെ നാട്ടിൽ പോയാലേ പറ്റൂ. ഇവിടെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി പൈസ ചിലവാക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇപ്പം നിവൃത്തിയില്ല. ഏത് രീതിയിലെങ്കിലും എനിക്ക് നാട്ടിൽ പോയി അവിടെ നിന്ന് ആഗ്രഹത്തിലാണ് ഞാൻ ഇവിടെ നടക്കുന്നത്. ഈ കേസും ഈ പൈസ കൊടുക്കാതെ സാമ്പത്തിക സഹായം ഇല്ലാതെ എല്ലാവരുടെയും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. എല്ലാവരുടെയും സാമ്പത്തികമായിട്ടുള്ളതും മറ്റു സഹായങ്ങളും ഞാൻ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. വടകര സ്വദേശിയുടെ പങ്കാളിത്തത്തോടെ 6 വർഷം മുമ്പ് ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയതാണ് കടബാധ്യതയിൽ കലാശിച്ചത്. 5 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത തീർത്താലേ ഇദ്ദേഹത്തിന് ഇനി നാട്ടിൽ പോകുവാൻ കഴിയുകയുള്ളൂ. സാമൂഹിക പ്രവർത്തകനായ സലാം അമ്പാട്ടുമൂലയാണ് ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സുമനസ്സുകളുടെ കാരുണ്യത്തോടെ കടബാധ്യത തീർത്ത് ഈ ദുരിതത്തിൽ നിന്ന് നാട്ടിലേക്കൊരു ദിവസം പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് കഴിയുകയാണ് ഈ വൃദ്ധൻ. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.